നിങ്ങൾ ഇടതുപക്ഷത്തോടുള്ള പക തീർക്കുന്നത് ദുരന്തത്തിനിരയായ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടാവരുത് എന്ന് മാത്രം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇപ്പൊ വസ്തുത എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി ഇന്നലെ സംശയാതീതമായിട്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിരുന്നു. തെറ്റായ വാർത്തയാണ് വന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നതോടുകൂടി ഇനി ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല. പക്ഷേ അത്തരമൊരു നിരുത്തരവാദപരമായിട്ടുള്ള വാർത്ത ഉണ്ടാക്കിയിട്ടുള്ള നാടിനുണ്ടാക്കിയിട്ടുള്ള ക്ഷതം, ഡാമേജ് വളരെ വലുതാണ്. അതുകൊണ്ട് ആ തെറ്റായ വാർത്ത പിൻവലിക്കാനെങ്കിലും വസ്തുത അതല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനെങ്കിലും അത് കൊടുത്ത മാധ്യമങ്ങൾ തയ്യാറാവണം. അത് മാധ്യമങ്ങൾ നാടിനോട് പുലർത്തേണ്ട ഒരു മിനിമം ഉത്തരവാദിത്വമാണ്. മിതമായിട്ട് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ മെമ്മറാണ്ടം ഉള്ള കണക്ക് പ്രകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക കൂടി ഇത് തടയുന്ന രീതിക്കാണ് ഈ മെമ്മറാണ്ടം തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഒരു വാർത്ത തെറ്റായിട്ട് ആദ്യം കൊടുക്കുക, തെറ്റാണെന്ന് ഉറപ്പുള്ള വാർത്തയുടെ മുകളിൽ സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളുമായി ചാടി വീഴുക, അത് തെറ്റാണ് എന്ന് തെളിയുമ്പോൾ വേറൊരു ആരോപണവുമായിട്ട് വരിക, ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 50 ദിവസം കടിച്ചു പിടിച്ച് സർക്കാരിനെ എതിർക്കുന്നവർ ഇരുന്നതാണ്. ഇപ്പം അവർക്ക് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ ഇപ്പം പെരുമാറുന്നത് കാണുമ്പോൾ 50 ദിവസം അവർ അങ്ങേയറ്റം കടിച്ചു പിടിച്ചിരുന്നതാണ്. നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ രാഷ്ട്രീയ കളിക്ക് മുതിർന്നാൽ അത് തിരിച്ചടിയാവുമെന്ന് ഭയന്നാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരവരുടെ രാഷ്ട്രീയം പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇപ്പം 50 ദിവസമായല്ലോ. തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കുമൊക്കെ ഇതിനേക്കാൾ എത്രയോ ചെറിയ, ഞാനതിനെ കുറച്ച് കാണുകയല്ല, പക്ഷെ വയനാട്ടിലെ മേപ്പാടിയിലേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ ദുരന്തങ്ങളാണ്. കേന്ദ്ര സർക്കാർ സഹായം കൊടുത്തു. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉയരേണ്ട ചർച്ചയും ചോദ്യവും എന്താണ് കേന്ദ്രം ഈ മേപ്പാടി ദുരന്തത്തിന് ഇരയായവർക്ക് കേരളത്തിന് സഹായം നൽകാത്തത് എന്ന ചോദ്യമല്ലേ? അപ്പം ന്യായമായും ഗൂഢാലോചന സംശയിക്കേണ്ടി വരും. തെറ്റായ വാർത്ത ഒരു ദിവസം വരുന്നു, അതൊരു പകൽ കൊണ്ട് നാട് മുഴുവൻ വ്യാപിക്കുന്നു. പിന്നീട് അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ജാള്യവുമില്ലാതെ ചുവടുമാറ്റുന്നു. എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതല്ലേ? പ്രധാനമന്ത്രി വന്നു പോയിട്ട് ദിവസം എത്രയായി? 11ാമത്തെ ദിവസം പ്രധാനമന്ത്രി, 12ാമത്തെ ദിവസം വന്നില്ലേ മേപ്പാടി? അത് കഴിഞ്ഞിട്ട് ദിവസം എത്രയായി? എന്താണ് ആലോചിച്ചിരിക്കുന്നത്? എന്താണ് അവർ കണക്ക് കൂട്ടിയിട്ടിരിക്കുന്നത്? 500-ലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തത്തിൽ 50 ദിവസം കഴിഞ്ഞിട്ടും ചില്ലിക്കാശ് സഹായം തരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഒറ്റക്കെട്ടായിട്ട് ഉയർത്തുന്നതിന് പകരം ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒരു നാടിനോട്, ദുരന്തത്തിനിരയായ മനുഷ്യരോട് ചെയ്യുന്ന കൊടിയ ദ്രോഹമാണ്. ആ കാര്യങ്ങളെല്ലാം ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അതിൽ കടന്നുരുളാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, നിങ്ങൾ വ്യാജ വാർത്ത കൊടുത്തവർ ഇനിയും അതിൽ കടന്നുരുളാതിരിക്കുക. മാന്യത എന്ന് പറയുന്നത്, മര്യാദ എന്ന് പറയുന്നത് തെറ്റായിരുന്നു എന്ന കാര്യം സമ്മതിക്കുക എന്നതാണ്. അല്ല, കൊടുത്തവർക്ക് കുറച്ച് വിമിഷ്ടം കാണും. പക്ഷെ നമ്മൾ നാടിനോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ദുരഭിമാനം വെടിഞ്ഞ് അത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുകയാണ്. തെറ്റാർക്കും പറ്റാം. അല്ലെങ്കിൽ പിന്നെ അതിനർത്ഥം പറ്റിയത് തെറ്റല്ല എന്നാണ്. ഇതിലേതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതൊക്കെ വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. കോടതി കൊടുത്തത് എന്താണെന്നുള്ളത് പറഞ്ഞല്ലോ. പ്രൊജക്റ്റഡ് ആയിട്ടുള്ള കണക്കാണ് എന്ന്. അത് നിങ്ങൾ കിടന്നുരുളൂ. ഞാൻ പറഞ്ഞത് നമ്മള് കേരളത്തിലെ മാധ്യമങ്ങളെ ഇപ്പോൾ കാണാൻ തുടങ്ങിയതല്ലല്ലോ. എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം തരത്തിലുള്ള വാർത്തകളാണ് കൊടുത്തിട്ടുള്ളത് എന്ന് കാണാം. പക്ഷേ ദുരന്തമുഖത്ത് 50 ദിവസം ഒരു വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും കടിച്ചു പിടിച്ചിരുന്നു. ഇപ്പം ആ നിയന്ത്രണം വിട്ടിരിക്കുന്നു. ഇടതുപക്ഷ വിരോധത്തിന്റെ നിയന്ത്രണം കെട്ടുപൊട്ടിയിരിക്കുന്നു. അതാണ് കാണുന്നത്. അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ സഹായം തടസ്സപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ന്യായവാദങ്ങളാണതെല്ലാം.
ഇതിന് 2018 പ്രളയം ഉണ്ടായല്ലോ. 2018 പ്രളയം ഉണ്ടായല്ലോ. നൽകാൻ തയ്യാറായ സഹായത്തെ തട്ടിത്തെറിപ്പിച്ചവരാണ്. അന്നും നിങ്ങളാരും ഒരു വാക്ക് ചോദിച്ചിട്ടില്ല കേരളത്തിന് വേണ്ടി. ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് മറ്റ് രാഷ്ട്രീയമൊക്കെ ആവാം, നിങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള എതിർപ്പുമാവാം, അത് വാർത്തകളിലാവാം. പക്ഷേ ഒരു ദുരന്തത്തിന്റെ സമയത്തെങ്കിലും അത് പ്രകടിപ്പിക്കാതിരിക്കാനുള്ള മര്യാദ, മനുഷ്യപ്പറ്റ് കാണിക്കേണ്ടതാണെന്ന് മാത്രം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ബിജെപിയും കോൺഗ്രസും ഒരേ സ്വരത്തിലാണ് ഇത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നത്. ചില മാധ്യമങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം അടക്കിപ്പിടിച്ചിരുന്ന ഇടതുപക്ഷ വിരോധമുണ്ടല്ലോ, അതവർക്ക് ഇനി നിയന്ത്രിക്കാൻ പറ്റാതായിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം കണക്കുകളൊക്കെ വ്യാജമായിട്ട് ഊതിപ്പെരിപ്പിച്ച കണക്കുണ്ടാക്കുന്നത്. ശരി, ഞാൻ വേണ്ടത്ര പറഞ്ഞു. ഞാൻ വേണ്ടത്ര പറഞ്ഞു. നിങ്ങൾ അസംബന്ധം മിതമായ വാക്കുകൾ ഞാൻ പറയട്ടെ, മിതമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇടതുപക്ഷത്തോടുള്ള പക തീർക്കുന്നത് ദുരന്തത്തിനിരയായ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടാവരുത് എന്ന് മാത്രം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ.